ഒരു കുട്ടിക്കരടി വിശന്നു വലഞ്ഞു നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ചെടിയിൽ പഴങ്ങൾ പഴുത്തു നിൽക്കുന്നത് കണ്ടത്. അവൻ ഓടിപ്പോയി അത് കഴിക്കാൻ നിന്നപ്പോൾ മഞ്ഞുപാളികൾ ഇടിഞ്ഞ് അവൻ താഴേക്ക് വീഴാൻ പോയി. ഉടനെ ഒരമ്മ മരം അവനെ താങ്ങിയെടുത്തു. അന്നുമുതൽ അവളായിരുന്നു കരടിക്കുട്ടന്റെ അമ്മ. അമ്മ മരം അവന് കഴിക്കാൻ ഭക്ഷണം നൽകി. അവൾ ഒരു വിത്തെടുത്ത് കുഴിച്ചിട്ടു. രാത്രിയിലും പകലും അവൻ അതിന് കാവൽ നിന്നു. പതിയെ ചെടി വളരാൻ തുടങ്ങി. ഒരു ദിവസം അവൻ അമ്മ മരത്തിന്റെ മുകളിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കാക്ക ചിപ്സ് പാക്കറ്റ് പൊട്ടിച്ച് തിന്നുന്നത് കണ്ടത്. അവൻ അത് പതിയെ രുചിച്ചു നോക്കി. അവൻ അതിന്റെ സ്വാദ് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് എവിടുന്നാണ് വന്നതെന്ന് നോക്കിയപ്പോൾ അപ്പുറത്തെ കരയിൽ നിന്ന് കാക്ക കൊത്തി എടുത്തുകൊണ്ട് വന്നതാണ്. ഉടനെ കരടിക്കുട്ടൻ അങ്ങോട്ടേക്ക് പോകണം. പക്ഷെ അമ്മമരം അതിന് സമ്മതിച്ചില്ല. അവനിപ്പോ അമ്മമരം നൽകുന്ന ഭക്ഷണമൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നട്ടുവളർത്തിയ ചെടിയെ തട്ടിമാറ്റി അവൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അവൻ പതിയെ താഴേക്കിറങ്ങി നദിയിലൂടെ അപ്പുറത്തേക്കെത്തി. അവിടെ എത്തിയപ്പോൾ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മനുഷ്യർ കളഞ്ഞിട്ട് പോയ സകല മാലിന്യവും അവിടെയുണ്ട്. കരടിക്കുട്ടൻ ഇതൊക്കെ കണ്ട് സന്തോഷമായി. എന്തോ വലിയ നിധി കിട്ടിയ പോലെ തോന്നി. മാലിന്യങ്ങളെല്ലാം അവൻ വായിലാക്കി. അപ്പോഴാണ് പഴയ മരത്തിന്റെ വിത്ത് അവൻ കണ്ടത്. അവനിപ്പോ അതൊന്നും വേണ്ട, അതെടുത്ത് ദൂരേക്ക് കളഞ്ഞു. പക്ഷേ അതൊരു ബക്കറ്റിൽ തട്ടി കത്തിച്ചുവെച്ച തീ ആളിപ്പടരാൻ കാരണമായി. അവിടെ മൊത്തം തീ പിടിച്ചു. അവൻ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായി ഓടാൻ തുടങ്ങി. ഒരിടത്തെത്തിയപ്പോൾ പോകാൻ വഴിയില്ലാതെ അവൻ കുടുങ്ങി. അവൻ അമ്മ മരത്തോട് തന്നെ രക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. അവനെ രക്ഷിക്കാൻ അമ്മ മരം സ്വയം ത്യാഗം ചെയ്തു. അപ്പോഴേക്കും തീ മരത്തിലേക്ക് മാളിപ്പടർന്നു. ശേഖരിച്ച മാലിന്യങ്ങളെല്ലാം ദൂരേക്ക് കളഞ്ഞവൻ അമ്മ മരത്തിന്റെ കൂടെ പോയി. തന്റെ തെറ്റുകൾ മനസ്സിലാക്കി അവൻ അമ്മ മരത്തിനോട് ക്ഷമ ചോദിച്ചു. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അവൻ ഓടി അപ്പുറത്തേക്ക് എത്തിയപ്പോഴേക്കും അമ്മ മരത്തിന്റെ തണ്ടൊടിഞ്ഞു താഴേക്ക് പതിച്ചു. അവനൊന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. പിന്നീട് അവൻ ഒരു വിത്തെടുത്തു മണ്ണിൽ നട്ടു. അത് വളർന്നു വലുതാകുന്നതും കാത്ത് അവനതിന് കാവലിരുന്നു. അങ്ങനെ അത് വലുതായി വലിയൊരു വൃക്ഷമായി മാറി. ഇനി ഒരിക്കലും മറ്റൊന്നും തേടിപ്പോകില്ലെന്ന ഉറപ്പിൽ കരടിയും കുടുംബവും അവിടെ തന്നെ താമസിച്ചു വർഷങ്ങളോളം.